പ്രാക്ടിക്കൽ വിഷയങ്ങളുമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ നിർത്തുന്നതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 2 സന്ദേശങ്ങൾ നമ്മൾ അറിയിക്കുകയുണ്ടായി. വിവാഹ ജീവിതം ലാഭകരമോ നരകകരമോ? അതിൻ്റെ 3ാമത്തെ പാർട്ടായിട്ടാണ് ഈ ചെറിയ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്. കാരണം സ്വന്തം കുടുംബത്തിൽ ഒരുവൻ അസ്ഥിരനായാൽ, ഒരുവൾ അസ്ഥിരയായാൽ, ബാക്കി എല്ലാ മേഖലയിലും ആ വ്യക്തി അസ്ഥിരനായിരിക്കും. അതുകൊണ്ട് ആ സന്ദേശത്തിൻ്റെ ഇപ്പോൾ കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സഹായകരമായിട്ടാണ് ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്. Dear brothers, in recent times, the context that he's given is practical issues, and we have been taking a message recently called "Is Married Life Profitable or Leading Towards Hell?" And this will be a 3rd message in that series. And this is important because if a man or if a woman is unstable in his or her married life, that will lead to instability in spiritual life and lead to hell eventually. മറ്റൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, മരണത്തേക്കാൾ കയ്പാണ് ഡിവോഴ്സ് ലൈഫ് മരണത്തേക്കാൾ കയ്പാണ്. കാരണം എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആദ്യ വിവാഹത്തിൻ്റെ സ്വീറ്റ്നെസ്സോ ബ്യൂട്ടിയോ സമാധാനമോ ഒന്നും രണ്ടാമത്തതിൽ കിട്ടില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു വിഷയം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായാൽ ഉടനെ ഭാര്യ പറയുന്നത് നിങ്ങളുടെ പഴയവളില്ലേ, ഭർത്താവ് പറയുന്നത് നിന്റെ അവൻ പഴയവൻ. ഉടനെ പഴയതിലേക്ക് പോകും, സമാധാനം ഉണ്ടാകത്തില്ല. മാത്രമല്ല, ഡിവോഴ്സ് കഴിഞ്ഞ് ഇതാ 2 പിള്ളേരുമായി അതുമായിട്ട് പോകുന്ന വഴിക്കാണ് പഴയവൻ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണം. ഉള്ള സമാധാനം പോയി. പിടുത്തം കിട്ടിയ മരിച്ചെങ്കിൽ കുഴിച്ചിട്ടോടുകൂടി തീർന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വന്നുകൊണ്ടേയിരിക്കും. And the important thing to note is that divorce life is sometimes even worse than death, because you should realize that the second marriage will never have the sweetness or the peace of the first marriage, because if there is any dispute, immediately the wife your ex-wife, how start like that, and the husband will start, you have that ex-husband, right? How was he? So it starts going like that, and finally even it becomes hell. And sometimes when after you divorced and had 2 kids, and then you went to supermarket and there your ex-husband is standing, so again the peace is lost. So someone who is died is already buried, but here it keeps popping up again and again and taking peace from you. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ഞാൻ എൻ്റെ പൊസിഷൻ ഞാൻ പറയുന്നത്, ഇതാരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, താല്പര്യമാണെങ്കിൽ ഫോളോ ചെയ്യുക. എൻ്റെ മകൾക്ക് എന്ത് കൊടുക്കുമെന്നല്ലേ ചോദിച്ചേ അല്ലേ? മകളെ കൊടുക്കുന്നതോടൊപ്പം മകൾക്ക് എന്ത് കൊടുക്കും? എൻ്റെ മകളെ കൊടുക്കുകയല്ല, പോറ്റി പുലർത്താൻ ഏൽപ്പിക്കുകയാണ്. കാരണം പോകാത്ത ചരക്കുകൾ സെയിൽ ചെയ്യുന്ന പരിപാടിയാണ്. കട കാലിയാക്കൽ വിൽപ്പന. ഇതേപോലെ എൻ്റെ വീട് കാലിയാക്കൽ പരിപാടിയല്ല ഇത്. സ്വർഗത്തിലെ ദൈവം തന്ന ജ്ഞാനവും സമ്പത്തും കൊണ്ട് ദൈവം തന്ന ഈ കുഞ്ഞിനെ ഇതുവരെയും അനുസരണമുള്ളവളാക്കി, ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യരുത് എന്നുള്ളത് ചെയ്യരുതെന്നും പറഞ്ഞ് പഠിപ്പിച്ച്, വിശക്കുമ്പോൾ ഹോട്ടലിലേക്ക് ഓടിപ്പിക്കുന്ന ആളല്ല, പകരം വീട്ടിലെ കഞ്ഞിയും ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച്, ഇത്രയും പ്രായമാക്കി, ഒരു എഞ്ചിനീയറാക്കി, ഒരു വരായികയുള്ളവളാക്കി ദൈവവചനത്തിലൂടെ ഇത്രയും വളർത്തിയെടുത്ത് ഈ കുഞ്ഞിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു അസറ്റായി ഏൽപ്പിക്കുക. യഥാർത്ഥത്തിൽ ഗൾഫിലൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങോട്ടേക്കാണ് നിങ്ങൾ തരേണ്ടത്. ഇങ്ങോട്ടേക്കാണ് തരേണ്ടത്. ഗൾഫിലൊക്കെ അങ്ങനെയാണ്, അറബികളുടെ ലൈഫ് അങ്ങനെ ഇങ്ങോട്ടേക്കാണ് മേടിക്കുക, ഒരു അസറ്റാക്കി ഇരിക്കുക. അപ്പോൾ ഈ അസറ്റ് ഇതൊരു ഒഴിയാച്ചരക്കല്ല, ഈ മകൾ ഒരു അസറ്റാണ്. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് തരിക. ഇനി നാളെ മുതൽ, അടുത്ത മാസം മുതൽ ഈ അസറ്റ് പണിയെടുത്ത് കൊണ്ടുവരുന്ന ആർക്കാ കിട്ടുക? നിങ്ങൾക്കല്ലേ കിട്ടുക, ആ വീട്ടിലേക്കല്ലേ വരുന്നേ. ഈ മകള് ഒരു അസറ്റ്. ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, ഈ പ്രിയ മകൻ്റെ വൈഫ് റൂബി എൻഗേജ്മെൻറ്റിന് ഞാൻ ബോംബെയിൽ കടന്നു ചെന്നപ്പോൾ ആ റൂബിയുടെ അപ്പൻ പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ മകൾ നിങ്ങളുടെ ചർച്ചിനൊരു അസറ്റാണ്. ഹല്ലേലൂയ, അസറ്റാ. റിയലി ആ മകളിവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാത് കണ്ടറിഞ്ഞു, ആ മകളൊരു അസറ്റാണ്. ഹല്ലേലൂയ. ഇതേപോലെ ചുമ്മാ മക്കളെ വളർത്തി വിടരുത്, ഒരസറ്റായി മക്കളെ വളർത്തി മറ്റുള്ളവർ കൊടുക്കുകയല്ല, ഏൽപ്പിക്കുകയാണ്. പരിപാലിക്കാൻ, വളർത്തിയെടുക്കാൻ, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വ്യക്തതയോടെ ഈ കാര്യം അവരോട് അറിയിക്കണം. ട്രാൻസ്ലേഷൻ ബാക്കി. So when the bridegroom's father asks the father of the bride, what will you give along with while giving your daughter? Firstly, the reply should be that I am not giving my daughter, I
I'm handing her over so that you can take care of her. And you should explain to them that you have taken care of your daughter, you have brought them up in a good ways, in good moral values, with teaching them what to do, what not to do, giving them good education, and now she is an asset to the home. She earns well, she's an asset in every single way, and you are giving an asset away to the bridegroom's family to take care of, and not giving away your daughter. So this is something that needs to be explained clearly, and because from next month onwards, the salary will go to the bridegroom's family. So salary of the daughter will go to the bridegroom's family, and so you should always give that perspective, and you should say that we are not holding a fire sale here where I am emptying all my stock or emptying all my house for the sake of this. Like, we are giving you an asset, and in Gulf countries, the dowry is actually given in the opposite direction. Is the bridegroom's family that give the dowry, and that's how it actually should be. And pastor specifically mentioned my wife, and when we were getting married, my pastor spoke to my father-in-law, and my father-in-law, who is a pastor, told him that she'll be an asset to your church, and she has been an asset to the church after she came here. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഹോളിൽ ശബ്ദ കാഴ്ചപ്രതിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ്. ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ ഐശ്വര്യവും ഒക്കെ സമൃദ്ധമായി നിങ്ങളിൽ വാഴുവാനിടയാകട്ടെ. Greetings of love in the name of God the Father and our Lord and Savior Jesus Christ to everyone present in this hall and listening through other online media. May life, peace and prosperity from God reign in your life. പ്രിയ സഹോദരങ്ങളെ, പ്രാക്ടിക്കൽ വിഷയങ്ങളുമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ നിർത്തുന്നതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 2 സന്ദേശങ്ങൾ നമ്മൾ അറിയിക്കുകയുണ്ടായി. വിവാഹ ജീവിതം ലാഭകരമോ നരകകരമോ, അതിൻ്റെ 3ാമത്തെ പാർട്ടായിട്ടാണ് ഈ ചെറിയ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്. കാരണം സ്വന്തം കുടുംബത്തിൽ ഒരുവൻ അസ്ഥിരനായാൽ, ഒരുവൾ അസ്ഥിരയായാൽ, ബാക്കി എല്ലാ മേഖലയിലും ആ വ്യക്തി അസ്ഥിരനായിരിക്കും. അതുകൊണ്ട് ആ സന്ദേശത്തിൻ്റെ ഇപ്പോൾ കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സഹായകരമായിട്ടാണ് ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നത്. Dear brothers, in recent times, the context that he's given is practical issues, and we have been taking a message recently called "Is Married Life Profitable or Leading Towards Hell?" And this will be a 3rd message in that series, and this is important because if a man or if a woman is unstable in his or her married life, that will lead to instability in spiritual life and lead to hell eventually. പ്രിയ സഹോദരങ്ങളെ, കുടുംബജീവിതം ദൈവം നമുക്ക് നൽകിയത്, ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ ചിന്തിക്കുന്നത് പോലെ സെക്സ് താല്പര്യങ്ങൾ മാത്രം നടത്തിയെടുക്കാനുള്ളൊരു ക്രമീകരണം അല്ല. കുടുംബജീവിതം ദൈവം നമുക്ക് നൽകിയത് ദൈവ ഇഷ്ടം ചെയ്യാനാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം അതിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരുവൻ 1000 ഓടിക്കും, പക്ഷേ ഇരുവനാണെങ്കിൽ 10,000 ഓടിക്കും. കാരണം ഒരാൾ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി വർക്ക് 2 പേരോട് കൂടി ചെയ്യാൻ പറ്റും. ദൈവം ആ ജ്ഞാനമാണ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് എത്ര കൈയുണ്ട്? എന്തേ 1 പോരായിരുന്നോ? ദൈവം 2 തന്നു. എത്ര കണ്ണുണ്ട്? 2. 1 പോരായിരുന്നോ? എത്ര കാലുണ്ട്? 2. ദൈവം ഈ ബുദ്ധിയാണ് ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. 1 തളർന്നാലും, ഈവൻ 1 കിഡ്നി തളർന്നാലും മറ്റേ കിഡ്നി താങ്ങിക്കോളും. മനസ്സിലാകുന്നുണ്ടോ? 2 പേർ ഒരുമിച്ച് ആയിരുന്നാൽ ഒരുവൻ വീണാലും മറ്റവൻ താങ്ങും. ഈ ഒരു മെത്തേഡാണ്. ഇതാ 2 പേർ ഒരുമിച്ചായിരുന്നാൽ ഒരുവൻ ചെയ്യുന്നതിൻ്റെ
10 ഇരട്ടി പ്രതിഫലം കിട്ടാൻ ഇടയാകും. അപ്പോൾ എന്താ നല്ലത്? ഒരാൾ 1000 വർക്ക് ചെയ്തു, അപ്പോൾ 2 പേരോട് വർക്ക് ചെയ്താൽ എത്ര കിട്ടും? 10,000 കിട്ടും. ഇനി ഡിവൈഡ് ചെയ്താൽ ഒരാൾക്ക് എത്ര കിട്ടും? 5,000 കിട്ടും അല്ലേ? അങ്ങനെയെങ്കിൽ ഇതില്ലേ നല്ലേ? ഒരാൾ ഒറ്റയ്ക്ക് ചെന്ന് 1000 കിട്ടുന്നതിനേക്കാൾ നല്ലത് 2 പേരോട് പണിതിട്ട് ഒരാൾക്ക് 5,000 കിട്ടുന്നല്ലേ നല്ലേ അല്ലേ? അപ്പോൾ വിവാഹ ജീവിതത്തെ ഇതേ രീതിയിൽ കാണാം. ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഭാര്യയ്ക്കും ഭർത്താവിനും സ്വർഗീയ പിതാവ് കൊടുത്തിരിക്കുന്ന, ആ ഭാര്യ ഭർത്താവ് ബന്ധത്തിന് കൊടുത്തിരിക്കുന്ന ക്രമീകരണമാണ് ഇത്. ഇത് മനസ്സിലാക്കിയിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം. അല്ലാണ്ട് ബുദ്ധിഹീനരായി പ്രവർത്തിച്ച് ഉള്ളത് തച്ചുടച്ച് കളയല്ല വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? So God instituted marriage not for people to fulfill their sexual desires, but to not merely to fulfill their sexual desires, but for people, for a couple to come together and accomplish the will of God. The word of God says that one man routs 1,000 and 2 men will rout 10,000. And you see here that when it was one person, he was able to accomplish only 1,000. He was able to rout only 1,000. But when 2 people join together, it's not 2,000 that they routed, but 10,000. So in the same, and this is seen throughout God's creation. Even in our own bodies, we are created with 2 hands, not 1 hand. We are created with 2 legs, not 1 leg. We have 2 kidneys, and the reason is that having 2 of them increases our efficiency by 10 times. And in the same manner, the reason you need to you marry and have couple and become a couple is so that you can accomplish the will of God with 10 times more efficiency. And if you do that, if you divide 10,000 by 2, you will get 5,000. And on the other hand, if you stand alone and do something, you will only get 1,000. And this is important that we realize that. ശ്രദ്ധിക്കുക. ഞാൻ ഈ അടുത്ത പല കുടുംബജീവിതങ്ങളെയും കാണുവാനായിട്ട് ഇടയായി. അവരുടെയൊക്കെ വിവാഹ ജീവിതം ലാഭകരമല്ല, നരകകരമാണ്. ഇത് നമ്മളോടൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മളും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുടുംബത്തിലുള്ള വിവാഹ ജീവിതങ്ങളെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നുവെങ്കിൽ കുറേ നന്നായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു കുടുംബത്തിൽ പോയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താവ് വിവാഹം കഴിഞ്ഞു 10 വർഷമായി. തുടർന്ന് ചില വിഷയങ്ങളെ പ്രതി 2 പേരും സെപ്പറേറ്റായി. അതിൽ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ സെപ്പറേറ്റായിട്ട് കോടതിയിൽ കേസുമായിട്ട് ജീവിക്കുകയാണ് 2 പേരും. ശ്രദ്ധിക്കുക. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതം ലാഭകരമാകാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങളുടെ മൈൻഡ് എപ്പോഴും ഇത് പിടിച്ചുകൊണ്ടിരിക്കും. ഭാര്യ എപ്പോഴും ഭർത്താവിൻ്റെ ആ ചിന്തകൾ, അദ്ദേഹം അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, ഞാൻ ചെയ്ത് ശരി എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ടിരിക്കും. ഭർത്താവും തിരിച്ചു അതേപോലെ വാദിച്ചുകൊണ്ടിരിക്കും. പിന്നെ 2 പേരുടെയും ചിന്ത അടുത്ത പ്രാവശ്യം കോടതിയിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മൈൻഡ് തിന്നുകൊണ്ടേയിരിക്കും. ആക്ച്വലി നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് ദൈവം തന്നിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു പോർട്ടായിട്ടാണ്. ദൈവത്തിൻ്റെ കണ്ടെയ്നേഴ്സ്, ചിന്തകൾ ഇറക്കി വയ്ക്കാനുള്ളൊരു പോർട്ടാണ് നമ്മുടെ മൈൻഡ്. പക്ഷേ അവിടെ എന്തിറക്കി വെച്ചു? ഭർത്താവിനെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സും ഭാര്യയെക്കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സും, കോടതിയിൽ അങ്ങനെ പറയും, കോടതിയിൽ ഇങ്ങനെ പറയും എന്ന് ഇറക്കി വെച്ചു. ഇനി മോനെ കാണിക്കാനുള്ള ദിവസം ഇന്ന ദിവസമാണ്, ആ ദിവസം ആ മോനെയും കൊണ്ട് ഇന്ന ഹോട്ടലിൽ ചെല്ലണം ഭർത്താവിനെ കാണിക്കാൻ, എന്നിട്ട് താൻ മാറി നിൽക്കണം. അപ്പോൾ മോനെ ഭർത്താവ് വന്ന് കണ്ടിട്ട് മോന് ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ട് പോകും. അപ്പോൾ അതും കണ്ട് താൻ നോക്കി നിൽക്കണം. ഈ പല വിഷയങ്ങളായിട്ട് ഇവരുടെ ജീവിതം നരകതുല്യമാകുക. അപ്പോൾ ഈ വ്യക്തികൾക്ക്, ഈ ഭാര്യയ്ക്കും ഭർത്താവിനും വിവാഹ ജീവിതം ലാഭകരമാണോ നരകകരമാണോ? നരകകരമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതം ആകരുത്. വളരെ ശ്രദ്ധിക്കുക. Recently, Pastor had the opportunity to observe and counsel few families, and one of the things that was realized is that for many of these people, the married life is not profitable but leading towards hell, and we need to regulate ourselves and our married life so that it doesn't happen. Recently, there was a couple who has been married for 10 years. They have kids as well, and now they are separated and fighting for divorce in the court. And Pastor met them and spoke to them, and he told them, looking at your state of mind, the reason what's going wrong is that
your state of mind is always filled with things about what will I say in court, how will I respond to this, or you know, or other matters like on such and such day I'll take the child for visitation, and he will for this in this particular hotel, and the child will have food with the father while I'll stay somewhere nearby, and then come back and collect the child. So the mind is created as a port for God to download God's containers, to download God's thoughts and present it before the world. But instead now this mind is used as a ground for all these thoughts that are not profitable but leading towards hell. ശ്രദ്ധിക്കുക, ഏതൊരു വിഷയത്തിനും അതിൻ്റെതൊരു കോർ ഇഷ്യൂ ഉണ്ടാവും. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ കോർ ഇഷ്യൂ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ആകാനുള്ള കോർ ഇഷ്യൂ എന്താണ്? ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ വിവാഹം കഴിച്ചത്. അപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞു, കോർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വേറെ രീതിയിലാണ് പറഞ്ഞത്. നമ്മൾ പണ്ട് സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞതുപോലെ വേറെ രീതിയിലാണ് പറഞ്ഞത്. അതായത് സ്വത്ത് സംബന്ധിച്ച വിഷയമാണ്. അതിന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി, നമ്മുടെ ആളിൽ അതിൻ്റെ പേര് മാറ്റി, സ്ത്രീധനം എന്നുള്ളത് മാറ്റിയിട്ട് ഗിഫ്റ്റ് എന്നാക്കി. ഞാനിപ്പോഴാണ് മനസ്സിലാക്കി. കാരണം അങ്ങനെ ഒരു പേര് പറയാൻ പാടില്ലെന്ന് വല്ല നിയമം ഉണ്ടാവുമായിരിക്കും, ഇല്ലേ? നിയമമുണ്ട്. അതുകൊണ്ട് അവരതിൻ്റെ പേര് മാറ്റിയിട്ട് ഗിഫ്റ്റ് എന്നാക്കി. അതാണ് ഈ പ്രശ്നം. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി, ഈ അടുത്ത നാളുകളിൽ ഗൾഫിൽ നിന്നെല്ലാം പല ന്യൂസ് വരികയാണ്. ചില ഭാര്യമാർ തൂങ്ങി മരിച്ചു. അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, അതിൻ്റെയും കോർ ഇഷ്യൂ ഗിഫ്റ്റാണ്. പണ്ടത്തെ ഭാഷ പറഞ്ഞാൽ സ്ത്രീധനം, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ ഗിഫ്റ്റ്. കാരണം ഇപ്പോൾ ബന്ദ് നിരോധിച്ചല്ലേ, അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ബന്ദില്ല, പിന്നെ എന്തേ ഉള്ളൂ? ഹർത്താൽ. മനസ്സിലായോ? രണ്ടും ഫലം ഒന്ന് തന്നെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ കോർ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഗിഫ്റ്റാണ്. പണ്ടത്തെ സ്ത്രീധനമായി ഇപ്പോഴത്തെ ഗിഫ്റ്റാണ് ഈ കോർ ഇഷ്യൂ. അപ്പോൾ മനസ്സിലാക്കിയ കാര്യം, ഇതൊന്ന് ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ പല വിഷയങ്ങളും അതിനുശേഷം ഉണ്ടാകും. അപ്പോൾ ഒരസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതിരിക്കുന്നതല്ലേ? നമുക്കതിനെക്കുറിച്ച് ഒന്ന് സ്പർശിച്ചാൽ പലർക്കും അത് ഒരു പ്രയോജനകരമായി തീരും. So pastor continued to ask the person and finally asked him what is the core issue, and the core issue turned out to be related to property. In earlier days we used to call it dowry, but then nowadays it is illegal. Dowry is illegal and it is banned. So nowadays people call it gift. So in earlier days we had bandhs in especially in Kerala, and now since bandh is banned we have hartal. In the same manner now this erstwhile it was called dowry, now it's called gift, and the core issue was gift. And since that is the case, it is important that we do preventive measures so that things like that does not become core issues. പ്രിയ സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കിയ ഈ ഇഷ്യൂ സംബന്ധിച്ച് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയ ചിന്ത ഇതാണ്. വിവാഹത്തിൻ്റെ ആലോചന നടക്കുമ്പോൾ കാര്യങ്ങളെല്ലാം സംസാരിച്ച ശേഷം പിന്നെ അതിൽ ചില വ്യക്തികൾ ഇങ്ങനെ പറയും, അപ്പോൾ നിനക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ മറ്റ് കാര്യങ്ങൾ? അല്ല, കൊടുക്കുന്നതൊക്കെ എന്ന് സംസാരിക്കും. അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഈ ചില പെണ്ണുങ്ങളുണ്ടല്ലോ, കൊമ്പ് കാണിക്കുന്ന പെണ്ണുങ്ങൾ, അതോടൊപ്പം തന്നെ ആണുങ്ങളും, അവർക്ക് അത്രയും കൊടുക്കും, ഞങ്ങൾ അതിലും കൂടുതൽ കൊടുക്കും, ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ഇത്രയും അങ്ങ് കൊടുക്കും, ഞങ്ങളുടെ മോൾക്ക് ഇത്ര തരും. ചിലവർ പറയും ഇപ്പോൾ ഇല്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, 2 മാസം കഴിഞ്ഞിട്ട് തരും. അപ്പോൾ ഇങ്ങനെയുള്ളത് പലതും വാഗ്ദത്തം ചെയ്യും ഈ മോളുടെ വീട്ടുകാർ. ചിലരുടെ കയ്യിൽ കൊടുക്കാനുണ്ടാകത്തോ ഇല്ല, വാഗ്ദത്തമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വിവാഹം കഴിച്ച് അയക്കപ്പെടുന്ന പെൺകുട്ടിയുടെ ജീവിതം, ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും ബന്ധുക്കളും ഈ കല്യാണം കഴിച്ച മകൻ്റെയും ഉള്ളിൽ
ഈ അപ്പനും അമ്മയും പറഞ്ഞ, അതായത് സ്ത്രീയുടെ മകളുടെ അപ്പനും അമ്മയും പറഞ്ഞ ചിന്ത അകത്തുണ്ട്. 2 മാസം കഴിഞ്ഞിട്ടാണ് തരാമെന്ന് പറഞ്ഞത്. 2 മാസം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ഒന്നും ഇല്ല. ഈ അപ്പനും അമ്മയും എന്തു ചെയ്യും? എടാ, നിൻ്റെ ഭാര്യയുടെ വീട്ടിൽ 2 മാസം കഴിഞ്ഞ് തരാമെന്നല്ലേ അങ്ങേര് പറഞ്ഞേ, ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇതെവിടെ ചോദ്യമാവും? ഈ മോളുടെ കല്യാണം കഴിച്ച വീട്ടിൽ ചോദ്യമാകും. ഈ മോളെ ഈ പണം ചോദിക്കാൻ എങ്ങോട്ട് വിടും? മോളുടെ വീട്ടിലേക്ക് വിടും. അപ്പോൾ ഈ അപ്പൻ പണം കൊടുത്താൽ ഓക്കെ, അല്ല എങ്കിൽ എന്തെങ്കിലും റീസൺ പറഞ്ഞ് തിരിച്ചു വിടും. 2 മാസം കൂടി കഴിയട്ടെ. ഈ മോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് പാടുപെടും, കഷ്ടപ്പെടും. 2 മാസം കഴിഞ്ഞിട്ടും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മോളുടെ സ്ഥിതി വല്ലാതെയാവും. ഇതിനൊക്കെ കാരണക്കാരാരാ? ഈ വിവരമില്ലാത്ത മാതാവും പിതാവും അല്ലേ? പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പേ അത് അവസാനിപ്പിക്കണം, ബോധപൂർവം ഇടപെടണം. So, as I explore these issues, I realize the dynamics of this goes something like this. So, the bride and the bridegroom, the proposed bride and proposed bridegroom meets, and then they agree to get married, and then after that the family of the bridegroom asks, so let's get into the other issues, and the bride and the other side replies, what issues? Well, of giving and taking. And it starts with that, and finally the bride's family gives out promises. Oh, I will give such and such to my daughter, and by the way, we don't have it now, we will give it after 2 months. And in many cases these promises will just be promises, and they won't have the ability to give it to the bridegroom's father. So the marriage happens, and after 2 months, so the bridegroom as well as his parents, their mind will be filled with, okay, when will we get that particular thing that was promised? And after 2 months, when that it doesn't materialize, they send the daughter-in-law back to her parents' house to ask for it. And the parents send the daughter-in-law back saying that we'll give it after another 2 months, and this goes on for some time, and after some time it doesn't materialize. And now the situation of the daughter-in-law, of the wife here is in very bad state, because her parents promised something and it was not delivered, and this becomes the root cause. And because of the foolishness of the parents, the daughter now becomes in a very terrible situation because of this. ഇതുകൊണ്ടാണ് പല സ്ത്രീകൾക്കും ആ ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇതിലൂടെയുള്ള പീഡനങ്ങൾ, ഇതിലൂടെയുള്ള ആ ടോർച്ചറിങ് സഹിക്കാൻ കഴിയാതെ അവർ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇനി ഇവിടെ ഈ ഒരു കേസ്, ഇത് പല കേസുകളിലൊന്നാണ്. ഈ ഒരു കേസിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ തുടർന്ന് ഒന്നില്ലെങ്കിൽ ആത്മഹത്യ അല്ലെങ്കിൽ ബന്ധം വേർപെടൽ, ഡിവോഴ്സ് നടന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ സ്ത്രീയുടെ വീട്ടുകാർ പറയും, ഞങ്ങൾ ഇത്ര ഗിഫ്റ്റ് കൊടുത്തു അത് തിരികെ കിട്ടണം. ഇതിനെതിരെ മറ്റൊരു സ്റ്റാൻഡ് ചെയ്യും. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം ഒന്നില്ലെങ്കിൽ ആത്മഹത്യയിൽ ചെന്ന് അവസാനിക്കും, അല്ലെങ്കിൽ കോടതി കയറിയിറങ്ങലിൽ അവസാനിക്കും. ശരിക്കും പറഞ്ഞാൽ ലാഭകരമായി തീരേണ്ട വിവാഹ ജീവിതം നരകകരമായി മാറി. ഒറ്റ കാര്യമാണ്, ഈ മാതാപിതാക്കന്മാരുടെ ബുദ്ധിയില്ലാത്ത ഒരു സ്റ്റെപ്പ്. So in this manner, the life of that married daughter now becomes hell, and this leads to both physical and mental tortures, and sometimes suicides in the house of the husband. And in other times it leads to divorce, and then once divorce happens, then the other issue starts, which is that the daughter's father starts asking the husband's father, we gave you so much, you should give it back to us, and we gave you such and such money, you should give it back to us. So this leads to again to squabbles, and finally the life of both the husband and the wife as well as their parents become hell. മറ്റൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, മരണത്തേക്കാൾ കയ്പാണ്
ഡിവോഴ്സ് ലൈഫ് മരണത്തേക്കാൾ കയ്പാണ്. കാരണം എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആദ്യ വിവാഹത്തിൻ്റെ സ്വീറ്റ്നെസ്സോ ബ്യൂട്ടിയോ സമാധാനമോ ഒന്നും രണ്ടാമത്തതിൽ കിട്ടില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു വിഷയം ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായാൽ ഉടനെ ഭാര്യ പറയുന്നത് നിങ്ങളുടെ പഴയവളില്ലേ, ഭർത്താവ് പറയുന്നത് നിൻ്റെ അവൻ പഴയവൻ. ഉടനെ പഴയതിലേക്ക് പോകും, സമാധാനം ഉണ്ടാകത്തില്ല. മാത്രമല്ല ഡിവോഴ്സ് കഴിഞ്ഞ് ഇതാ 2 പിള്ളേരുമായി അതുമായിട്ട് പോകുന്ന വഴിക്കാണ് ദേ പഴയവൻ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണം. ഉള്ള സമാധാനം പോയി. പിടുത്തം കിട്ടിയ മരിച്ചെങ്കിൽ കുഴിച്ചിട്ടോടുകൂടി തീർന്നു. ഇത് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വന്നുകൊണ്ടേയിരിക്കും. So, and the important thing to note is that divorce life is sometimes even worse than death, because you should realize that the second marriage will never have the sweetness or the peace of the first marriage, because if there is any dispute, immediately the wife your ex-wife, how start like that, and the husband will start, you have that ex-husband, right? How was he? So it starts going like that, and finally even it becomes hell. And sometimes when after you divorced and had 2 kids, and then you went to supermarket and there your ex-husband is standing, so again the peace is lost. So someone who is died is already buried, but here it keeps popping up again and again and taking peace from you. ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ വിവാഹത്തെ സംബന്ധിച്ച കാര്യങ്ങൾ മോളുടെ വീട്ടുകാരും മോൻ്റെ വീട്ടുകാരും തന്നെ സംസാരിക്കുമ്പോൾ മോൻ്റെ വീട്ടുകാർ അവരുടെ പഴയ പാരമ്പര്യ രീതി അനുസരിച്ച് എല്ലാം കഴിയുമ്പോൾ പറയും, അപ്പോൾ പിന്നെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണ്ടേ എന്ന് ചോദിക്കും. അത് വേറെ ഒന്നുമല്ല, പണത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് റൈറ്റായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ അവരോട് വ്യക്തമായിട്ട് ചോദിക്കുക, എന്താണ് നിങ്ങൾ ഈ മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത്? അല്ല, മോക്ക് എന്ത് കൊടുക്കും? അപ്പോൾ മാതാവ് പിതാവ് പറയണം, ഞങ്ങൾ മോളെ കൊടുക്കുകയല്ല, ഒന്ന് മോളെ പോറ്റി പുലർത്താൻ ഏൽപ്പിക്കുകയാണ്. എന്താണ്? മോളെ കൊടുക്കുകയല്ല, മോളെ പോറ്റി പുലർത്താൻ ഏൽപ്പിക്കുക. നമ്മളുടെ ശുശ്രൂഷകൾക്ക് വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ടോ? ഒരിക്കൽ ഒരു ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്, 2 മക്കളാണ്. എൻ്റെ മൂത്ത മോൻ ജോലിക്ക് കയറി കേട്ടോ, എൻ്റെ ഇളയവൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി കേട്ടോ. എങ്ങനെ? എൻ്റെ മൂത്ത മോൻ ജോലിക്ക് കയറി, എൻ്റെ ഇളയ മകൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. അപ്പോൾ സുവിശേഷ വേലയ്ക്ക് എന്ത് വിലയാ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളേ? ഒരു തരം താണ് ഒരു സാധനം. മനസ്സിലാക്കി, ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ വേലയാ സുവിശേഷ വേല. അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ. clip. So now if we rewind back to the original discussion where the bridegroom's family asks, let's get into the other matters. So if the parents of the bride had handled it wisely and said what other matters, and they will say, what will be given, the first thing they should ask is, we are not giving our daughter, we are handing her over to be fed and taken care of. And so our words matter. There was an example recently where pastor was speaking to a man of God, and the man of God said, my elder son is now taking up a job, and my younger son, I have sent him down to serve God. So that itself shows that the person who is taking up the job is upgrading. On the other hand, sending for doing God's job is downgrading himself. So words matter, and
we should be careful. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ഞാൻ എൻ്റെ പൊസിഷൻ ഞാൻ പറയുന്നത്, ഇതാരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, താല്പര്യമാണെങ്കിൽ ഫോളോ ചെയ്യുക. എൻ്റെ മകൾക്ക് എന്ത് കൊടുക്കുമെന്നല്ലേ ചോദിച്ചേ അല്ലേ? മകളെ കൊടുക്കുന്നതോടൊപ്പം മകൾക്ക് എന്ത് കൊടുക്കും? എൻ്റെ മകളെ കൊടുക്കുകയല്ല, പോറ്റി പുലർത്താൻ ഏൽപ്പിക്കുകയാണ്. കാരണം പോകാത്ത ചരക്കുകൾ സെയിൽ ചെയ്യുന്ന പരിപാടിയുണ്ട്. കട കാലിയാക്കൽ വിൽപ്പന. ഇതേപോലെ എൻ്റെ വീട് കാലിയാക്കൽ പരിപാടിയല്ല ഇത്. സ്വർഗത്തിലെ ദൈവം തന്ന ജ്ഞാനവും സമ്പത്തും കൊണ്ട് ദൈവം തന്ന ഈ കുഞ്ഞിനെ ഇതുവരെയും അനുസരണമുള്ളവളാക്കി, ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യരുത് എന്നുള്ളത് ചെയ്യരുതെന്നും പറഞ്ഞ് പഠിപ്പിച്ച്, വിശക്കുമ്പോൾ ഹോട്ടലിലേക്ക് ഓടിപ്പിക്കുന്ന ആളല്ല, പകരം വീട്ടിലെ കഞ്ഞിയും ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച് ഇത്രയും പ്രായമാക്കി, ഒരു എൻജിനീയറാക്കി, ഒരു വരായികയുള്ളവളാക്കി, ദൈവവചനത്തിലൂടെ ഇത്രയും വളർത്തിയെടുത്ത് ഈ കുഞ്ഞിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു അസറ്റായി ഏൽപ്പിക്കുകയാണ്. ഒരസറ്റായി ഏൽപ്പിക്കുക. യഥാർത്ഥത്തിൽ ഗൾഫിലൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങോട്ടേക്കാണ് നിങ്ങൾ തരേണ്ടത്. ഇങ്ങോട്ടേക്കാണ് തരേണ്ടത്. ഗൾഫിലൊക്കെ അങ്ങനെയാണ്. അറബികളുടെ ലൈഫ് അങ്ങനെ ഇങ്ങോട്ടേക്കാണ് മേടിക്കുക, ഒരസറ്റാക്കിയിരിക്കുക. അപ്പോൾ ഈ അസറ്റ് ഇതൊരു ഒഴിയാച്ചരക്കല്ല. ഈ മകൾ ഒരസറ്റാണ്. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് തരിക. ഇനി നാളെ മുതൽ, അടുത്ത മാസം മുതൽ ഈ അസറ്റ് പണിയെടുത്ത് കൊണ്ടുവരുന്ന ആർക്കാ കിട്ടുക? നിങ്ങൾക്കല്ലേ കിട്ടുക. ആ വീട്ടിലേക്കല്ലേ വരുന്നേ. ഈ മകൾ ഒരസറ്റാണ്. ഞാൻ ഒരു കാര്യം ഓർക്കുന്നു. ഈ പ്രിയ മകൻ്റെ വൈഫ് റൂബി എൻഗേജ്മെൻറ്റിന് ഞാൻ ബോംബെയിൽ കടന്നു ചെന്നപ്പോൾ ആ റൂബിയുടെ അപ്പൻ പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മകൾ നിങ്ങളുടെ ചർച്ചിനൊരു അസറ്റാണ്. ഹല്ലേലൂയ, അസറ്റാ. റിയലി ആ മകളിവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാം അത് കണ്ടറിഞ്ഞു. ആ മകളൊരു അസറ്റാ. ഹല്ലേലൂയ. ഇതേപോലെ ചുമ്മാ മക്കളെ വളർത്തി വിടരുത്. ഒരസറ്റായി മക്കളെ വളർത്തി മറ്റുള്ളവർ കൊടുക്കുകയല്ല, ഏൽപ്പിക്കുകയാണ്. പരിപാലിക്കാൻ, വളർത്തിയെടുക്കാൻ, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വ്യക്തതയോടെ ഈ കാര്യം അവരോട് അറിയിക്കണം. ട്രാൻസ്ലേഷൻ ശേഷം ബാക്കി. So when the bridegroom's father asks the father of the bride, what will you give along with while giving your daughter? Firstly, the reply should be that I am not giving my daughter. I am handing her over so that you can take care of her. And you should explain to them that you have taken care of your daughter. You have brought them up in a good ways, in good moral values, with teaching them what to do, what not to do, giving them good education, and now she is an asset to the home. She earns well. She's an asset in every single way, and you are giving an asset away to the bridegroom's family to take care of, and not giving away your daughter. So this is something that needs to be explained clearly, and because from next month onwards, the salary will go to the bridegroom's family. So salary of the daughter will go to the bridegroom's family, and so you should always give that perspective, and you should say that we are not holding a fire sale here where I am emptying all my stock or emptying all my house for the sake of this. Like, we are giving you an asset, and in Gulf countries, the dowry is actually given in the opposite direction. Is the bridegroom's family that give the dowry, and that's how it actually should be. And pastor specifically mentioned my wife, and when we were getting married, my pastor spoke to my father-in-law, and my father-in-law, who is a pastor, told him that she'll be an asset to your church, and she has been an asset to the church after she came here. ശ്രദ്ധിക്കുക, ഇവിടെ മനസ്സിലാക്കേണ്ടത് മോക്കെന്ത് കൊടുക്കും എന്ന് ചോദിക്കുമ്പോൾ മോളെയും കൊടുക്കുകയല്ല, മോക്കെന്തും കൊടുക്കുകയല്ല,
പകരം നിങ്ങൾക്കൊരു അസറ്റായിട്ട് എൻ്റെ മോളെ ഏൽപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച് ഞാൻ പരിപാലിച്ചതുപോലെ തന്നെ പരിപാലിച്ച് ഇവിടെ ഒരു റിസൾട്ടാക്കി. ഇപ്പോഴുള്ള റിസൾട്ട് അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കണം. പിന്നെ എൻ്റെ മോളോട് കൂടെ ഒരു ഭൗതിക കാര്യം നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നില്ല, ഫസ്റ്റ്. പിന്നെ ഞങ്ങളുടെ മകൾക്ക്, ദൈവം ഏൽപ്പിച്ച മകൾക്ക് ദൈവം എന്താണോ ഞങ്ങളുടെ മനസ്സിൽ പ്രേരിപ്പിക്കുന്നത് അത് സമയാസമയങ്ങൾ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളൊന്നും ഇതിനു വേണ്ടി ഓഫർ ചെയ്യുന്നില്ല, ഈ മകളെ അങ്ങോട്ട് ഏൽപ്പിക്കുക മാത്രമാണ്. ഇങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരിക്കലും ഈ മകൾക്ക് ഇങ്ങനെയുള്ളൊരു വിഷയങ്ങൾ ആ വീട്ടിൽ നിന്ന് ഉണ്ടാകത്തില്ല. നിൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞില്ലേ, അമ്മ ഇങ്ങനെ പറഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ വിവാഹം നടക്കത്തില്ല ബ്രദറെ. ശ്രദ്ധിക്കുക, താല്പര്യമുള്ളവർ മാത്രം വിവാഹം കഴിച്ചാൽ മതി, അല്ലാത്ത ഒരുത്തിന് വിവാഹം കഴിക്കണ്ട. മകൾ ഒരു കച്ചവടച്ചരക്ക് അല്ല എന്ന് വ്യക്തതയോടെ മനസ്സിലാക്കുക. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്, അസറ്റാണ്. അതിനെ മാക്സിമം നല്ല രീതിയിൽ വളർത്തിയെടുക്കുക. ഈ കൊച്ചിനെ അങ്ങ് കൊടുത്താൽ, അല്ലെങ്കിൽ കൊച്ചിനെ ഒരു വീട്ടിലേക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് ഈ മകളെ കൊണ്ടൊരു അനുഗ്രഹമായിരിക്കണം. ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്ന ആളാകരുത്. ഒരു കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ ആ മകളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ആര്? വീട്ടിലെ അമ്മ. മനസ്സിലായോ? മറ്റൊരിടത്ത് ചെല്ലേണ്ടവളാണ്, ആ വീട്ടിൽ പരിചരിക്കേണ്ടവളാണ്. പറഞ്ഞ് മനസ്സിലാക്കണം, നിനക്ക് പരിചയമില്ലാത്ത വ്യത്യസ്ത തലത്തിൽ പ്രവർത്തിക്കുന്ന പലരുമായിരിക്കും ആ വീട്ടിൽ. എല്ലാവരെയും നീ പഠിക്കണം. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഓരോരുത്തരെ ഹാൻഡിൽ ചെയ്യണം എന്ന് നീ മനസ്സിലാക്കിയിട്ട് നീ അത് ഹാൻഡിൽ ചെയ്യുവാൻ ഇടയാകണം. ഇതെല്ലാം ഒരമ്മയുടെ ഡ്യൂട്ടിയാണ്. ഒരമ്മ അത് കുട്ടികളെ വീട്ടിൽ വെച്ച് പഠിപ്പിച്ച് കൊടുക്കുവാനായിട്ട് ഇടയാകണം. അല്ലാതെ ഹോട്ടൽ ഫുഡ് കൊണ്ട് ഭംഗിയാക്കിക്കുകയല്ല വേണ്ടത്. മക്കളെ, പെൺമക്കളെ പ്രത്യേകിച്ച് ആ രീതിയിൽ ഒരുക്കണം. ആൺമക്കളെ വേറെ രീതിയിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത തുടർന്നുള്ള സന്ദേശങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ, നിൻ്റെ അപ്പൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു ദിവസത്തിൻ്റെ ഓരോ ഓഫറും ഇല്ല. ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രേരണ തരുന്നത് പോലെ എന്താണോ അത് സമയാസമയങ്ങളിൽ ദൈവം അറിയിക്കുന്നത് പോലെ ഞങ്ങൾ ചെല്ലും. അതിനെക്കുറിച്ച് ഒരു പ്രോമിസ് നിങ്ങളോട് പറയുന്നില്ല എന്ന് വ്യക്തതയോടെ പറയണം. ഈ കൂട്ടത്തിലിരിക്കുന്ന, ഈ ശബ്ദ കാഴ്ച പരിധിയിലിരിക്കുന്ന എല്ലാ ആൺമക്കളോട്, നിങ്ങൾ വിവാഹ മാർക്കറ്റിൽ തിരിച്ചു പിടിക്കുമെന്നും പറഞ്ഞാണോ പഠിക്കാൻ പോയേ? അങ്ങനെയെങ്കിൽ ആ ചിന്ത അവിടെ അങ്ങ് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം വേണോ, അതോ ഒരു നരക ജീവിതം വേണോ? തീരുമാനം എടുക്കുക. നല്ലൊരു കുടുംബജീവിതം വേണോ? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകരുത്. നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ലഭ്യമാകാനായിട്ട് ഇടയാകും. ഈ വക സമ്പ്രദായങ്ങൾ കൊണ്ട് നമ്മളുടെ കുടുംബജീവിതം ലാഭകരമാകുന്നതിന് പകരം നഷ്ടകരം ആയി തീരുവാനായിട്ട് ഇടയാകും. കുടുംബജീവിതം ലാഭകരമാക്കുക, ഇതല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതം വരാൻ പോകുന്ന ജീവിതമാണ്. ഇവിടെ അല്പത്തിൽ നാം വിശ്വസ്തരായ ദൈവം നമ്മളെ അധികത്തിന് വിചാരകനാക്കാനിടയാകും. ഇത് മനസ്സിലാക്കി വേണം ഈ വിവാഹ ജീവിതത്തെ ഹാൻഡിൽ ചെയ്യുവാൻ. So when the bridegroom's father asks, what are you going to give along with your daughter, you should first reply saying that, firstly, I have developed I am not giving away my daughter. I have taken care of and developed her into who she is right now, and we are handing her over so that you can take care of her and develop her even further, and she'll be asset to your house. And apart from that, you should make it clear that we will not be giving any physical goods along with her. And occasionally, whenever God inspires us, we may give some gifts to her at some times, but there is absolutely no promise of that sort. So this should be made clear. And now you may be wondering, well, if we say that, then the daughter will not get married. And in such a case, to be honest, it is better not to get married, because the married life is going to be hell even otherwise. And so this is how you should proceed in this. And the mother of the daughter also should help the daughter so that she can learn how to cook well, as well as how to learn about the other members of the husband's family within a month's time, so that she can handle them all very well. പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം മകൾക്കൊന്നും കൊടുക്കരുതെന്നല്ല. ഈ മകളുടെ ജീവിതം നമ്മുടെ വാക്കുകൾ കൊണ്ട് നരക തുല്യമാക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ.
ഏതൊരു പിതാവും മാതാവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ചെയ്യും. പക്ഷേ അനാവശ്യമായ വാഗ്ദത്തങ്ങളും വെയിൻ പ്രോമിസസ് അത് കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ ജീവിതം നരകകരം ആക്കരുത്. ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങളും കൊടുക്കരുത് എന്നാണ് ഓർപ്പിച്ചത്. നിങ്ങളെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്ന എന്താണോ അത് ആപ്റ്റ് ടൈമിന് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. അതിന് ദൈവം നമ്മളെ നിയോഗിച്ചു ഇരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. Now, just to make clear, what we mentioned here does not mean that you shouldn't give anything to your daughter. What we are saying here is that you shouldn't give any promise to the daughter's husband's family. Whenever God inspires your mind, you should at the apt time you should give whatever you need to your daughter. Let's pray. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. നമ്മളുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ തക്കവണ്ണം അതിലേക്ക് നമ്മളാരും എത്തി നോക്കാതിരിപ്പാൻ ഈ ഭൗതിക ജീവിതത്തിൽ തന്നെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെയായി നമ്മളെ കുരുക്കുന്ന കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, സാമ്പത്തിക ജീവിതത്തിലെ വിഷയങ്ങൾ, ശരീരം അനാവശ്യമായി ഉപയോഗിച്ച് ശരീരത്തിലുള്ള രോഗങ്ങൾ, പല പല കേസുകൾ, ഇവയെല്ലാം കൊണ്ട് ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്ത രീതിയിൽ നമ്മളെ കുരുക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വീണു പോകരുത്. ദൈവവചനം പറയുന്ന സ്വന്തം കുടുംബത്തിൽ നാം അസ്ഥിരമായാൽ മറ്റു മേഖലകളിൽ നാം അസ്ഥിരമാകും. അതുകൊണ്ട് കുടുംബത്തെ അസ്ഥിരമാക്കുന്ന ഒരു തീരുമാനവും നമ്മുടേതാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടേതാകട്ടെ, മറ്റു വ്യക്തികളുടേതാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നാം പണിതെടുക്കുന്നവരായിരിക്കണം, ഭോഷത്വം കൊണ്ട് നശിപ്പിച്ച് കളയുന്നവരാകരുത്. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ആദ്യ സന്ദേശത്തിൽ നാം കേട്ടു, യേശുക്രിസ്തു 4 സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശം, നീ നിൻ്റെ ജീവനെ നേടാൻ നോക്കിയാൽ നീ അതിനെ കളയും. എന്നാൽ നീ അതിനെ കളഞ്ഞാൽ നീ അതിനെ കണ്ടെത്തും. ഈ ജീവിതം നാം കളയേണ്ടത് സൃഷ്ടാവിന് വേണ്ടിയാണ്, സൃഷ്ടാവ് തന്ന ഗിഫ്റ്റുകൾക്ക് വേണ്ടിയല്ല. ഞാൻ ഈ ജീവിതം എൻ്റെ മക്കൾക്ക് വേണ്ടി കളഞ്ഞു, ഞാൻ ഈ ജീവിതം എൻ്റെ കുടുംബത്തിന് വേണ്ടി കളഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ നമുക്കത് വലിയ സ്പിരിച്വാലിറ്റി ആയിട്ട് തോന്നും. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം നാം കളയേണ്ടത് നമ്മുടെ സൃഷ്ടാവിന് വേണ്ടിയാണ്. ആരെപ്പോലെ? യേശുക്രിസ്തുവെ പോലെ. അപ്പോൾ തന്നെ യേശുക്രിസ്തു സ്വർഗസ്ഥ പിതാവ് തന്നെ ഏൽപ്പിച്ച മാതാവിനെയും സഹോദരി സഹോദരങ്ങളെയും കരുതി ഇവൻ ക്രൂശിൽ വെച്ചും യേശു മരണസമയത്ത് യോഹന്നാനോട് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിൻ്റെ അമ്മ. താൻ ഭൗതിക തലത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തു. പക്ഷെ അതിനേക്കാൾ ഉപരിയായിരുന്നു തൻ്റെ സ്വർഗസ്ഥ പിതാവോട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയായിരിക്കണം. തുടർന്ന് നാം കേട്ടു, ഈ ലോക വ്യവസ്ഥ പ്രകാരം നമ്മളുടെ മകളുടെ ജീവിതം നാശത്തിൽ കൊണ്ട് ചാടിക്കരുത്. ഈ ലോകത്തിൻ്റെ പ്രൗഢി കാണിക്കാൻ ഞാൻ അത് തരാം ഇത് തരാം, ആ മുഴുപ്പുകളൊന്നും പറയരുത്. പകരം പെൺകുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക. അവർ ചെല്ലുന്ന കുടുംബത്തിൽ ആ കുട്ടി ഒരു അസറ്റായി തീരത്തക്കവണ്ണം ആ കുട്ടിയെ വളർത്തുവാൻ വിവാഹത്തിലൂടെ ഏൽപ്പിക്കുക. ഈ ലോകത്തിൻ്റെ സിസ്റ്റം വരുമ്പോൾ അതിനോട് വളരെ ദൈവം എന്ന ജ്ഞാനത്തോടെ ബുദ്ധിയോടെ സംസാരിക്കുക. ഒരു പിതാവ്, ഒരു മാതാവ് ഒരു മകൾക്ക് എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം സമയാസമയങ്ങളിൽ ചെയ്യുക. നമ്മളുടെ ബുദ്ധിയില്ലാത്ത തീരുമാനം കൊണ്ട് കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിക്കരുത്. എല്ലാറ്റിലും ഉപരിയായി ഇതാ നമുക്കും ആ കുഞ്ഞിനും ഒക്കെ സ്വർഗീയ പിതാവോടുകൂടെ ക്രിസ്തുവിലൊരു നിത്യജീവനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
കൈകൊണ്ടും കാലുകൊണ്ടും കണ്ണുകൊണ്ടും മാത്രമല്ല, ഹൃദയം കൊണ്ട് വിശുദ്ധിയുള്ളവരായി. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല എന്ന് വചനം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവപുത്രന്മാരായി നിലകൊള്ളുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അത് തന്ന ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. വിവാഹ ജീവിതം ലാഭകരമാക്കുന്നത് എങ്ങനെയെന്ന് അങ്ങ് ഞങ്ങളെ വീണ്ടും പഠിപ്പിക്കുന്നതിനായി നന്ദി. ഒരുവൻ 1000, ഇരുവൻ 10,000 ഓടിക്കുമ്പോൾ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിലൂടെ മനോഹരമായി ദൈവ ഇഷ്ടം ചെയ്ത് പൂർത്തീകരിച്ച് അങ്ങയുടെ സന്നിധിയിൽ നല്ല ദൈവപുത്രന്മാരായി വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ മക്കളെ ഏവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം ഒരനുഗ്രഹമായി വെളിപ്പെടട്ടെ. രോഗികളായിരിക്കുന്നവരങ്ങ് സൗഖ്യമാക്കണമേ. കുടുംബ സമാധാനം ഇല്ലാത്തവർക്കങ്ങ് സമാധാനം കൊടുക്കണമേ. എല്ലാ മേഖലയിലും ഈ മക്കളൊരു അനുഗ്രഹമായിരിക്കട്ടെ. സർവ്വമഹത്വം പിതാവേ അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ സമയം രോഗികളായിരിക്കുന്ന രോഗമുള്ള മംഗളകരങ്ങളെ വെച്ചാട്ടെ. യേശുക്രിസ്തുവിൻ്റെ അതിവിശ്വാസത്തോടെ പാപങ്ങൾ ഏതെങ്കിലും ദൈവം നിങ്ങളെ ഓർപ്പിക്കുന്നതെങ്കിൽ യേശുവിനെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലെ ദാസ്ഥാനപ്പെടട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ക്രിസ്തയേശുവിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. ഇവർ സൗഖ്യമുള്ളവരാകട്ടെ, വേദനകൾ വിട്ടുമാറട്ടെ. ദൈവത്തിനത് മഹത്വമായി തീരട്ടെ. സർവ്വമഹത്വം പിതാവ് അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ.